നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യകേരളത്തിൽ ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. കൊടകര മരത്തോംപിള്ളിയിൽ വീടിന്റെ സീലിംഗ് അടർന്നു വീണ് അപകടം. കനത്ത മഴയിൽ കോടാലി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ മതിൽ തകർന്നു. ജില്ലാ ശുചിത്വ മിഷനും ജില്ലാ മെഡിക്കൽ ഓഫീസും സംയുക്തമായി തയ്യാറാക്കിയ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മധ്യകേരളത്തിലെ ദേശീയപാതകളിലുള്ള സിഗ്നൽ സംവിധാനങ്ങൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശിച്ചു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഗതാഗതക്കുരുക്ക് മൂലം KSRTC ബസ്സുകളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും നല്ലൊരു പങ്ക് ദേശീയപാതയിൽ സമയം നഷ്ടപ്പെടുത്തുന്നതായി നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യഘട്ട നടപടിയായാണ് തൃശൂർ മുതൽ അരൂർ വരെയുള്ള പ്രധാന ജംഗ്ഷനുകളിൽ പരിശോധന നടത്തുന്നത്. ചാലക്കുടി പാപ്പാളി ജംഗ്ഷനിൽ നിന്നും രാവിലെ പരിശോധന ആരംഭിച്ചു. തുടർന്ന് പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ പരിശോധന നടത്തിയ ശേഷം ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡും മന്ത്രി സന്ദർശിച്ചു. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പ്രാഥമിക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തു മാത്രമേ ഇത് നടപ്പാക്കൂ എന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിൽ നിന്നും മന്ത്രി നേരെ പോയത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന കരയാമ്പറമ്പ് ജംഗ്ഷനിലേക്കാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതത് സ്ഥലങ്ങളിലെ MLAമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊടകര മരത്തോംപിള്ളിയിൽ വീടിന്റെ സീലിംഗ് അടർന്നു വീണ് അപകടം. മരത്തോംപിള്ളി ശാന്ത വേലായുധന്റെ വീടിന്റെ സീലിംഗ് ആണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ അടർന്നു വീണത്. ഈ സമയം സമീപത്ത് ആരും തന്നെ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ നിർവഹിച്ചു. മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ സന്ദേശ പ്രചരണാർത്ഥം ജില്ലാ ശുചിത്വ മിഷനും ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യവും സംയുക്തമായി തയ്യാറാക്കിയ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. ADM T മുരളി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ, ജില്ലാ മെഡിക്കൽ ഓഫീസ് ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ R രജീന എന്നിവർ പങ്കെടുത്തു. കനത്ത മഴയിൽ കോടാലി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ മതിൽ തകർന്നു. കോടാലി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇന്നലത്തെ മഴയിൽ തകർന്നത്. ആളപായമില്ല. കുട്ടിയമ്പലത്തിനു സമീപം മഞ്ഞൾ വളപ്പിൽ നസീമിയുടെ വീടിന്റെ പിൻഭാഗത്ത് കോൺക്രീറ്റ് മതിൽക്കെട്ട് മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നു. കോൺക്രീറ്റ് മതിൽക്കെട്ട് വീടിന്റെ സൺഷെഡിലേക്കാണ് വീണത്. കഴിഞ്ഞ 3 വർഷമായി എല്ലാ വർഷവും മതിൽ കെട്ടാറുണ്ടെന്നും ഓരോ തവണയും അവ ഇടിഞ്ഞു പോവുകയാണ് പതിവെന്നും നസീമ പറഞ്ഞു. മതിൽക്കെട്ടിനോട് ചേർന്നുള്ള പഞ്ചായത്ത് വഴിയിലൂടെ വരുന്ന മഴവെള്ളം വഴിതിരിച്ചു വിടുകയാണ് പോംവഴിയെന്നും നസീമ പറഞ്ഞു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളുപറമ്പൻ സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണ്ണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. കടയുടെ ചുമർ കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്ന ഇയാൾ ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചുവച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക എന്നിവ മോഷ്ടിച്ചു. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി തൊട്ടടുത്ത പറമ്പിൽ എത്തിച്ച ശേഷം പുതുക്കാട് നിന്ന് ഓട്ടോ വിളിച്ചാണ് ഇവർ തൃശൂരിലെ കടയിൽ വിൽപ്പന നടത്തിയത്. സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് ഓട്ടോ തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻ, ഗ്രേഡ് CPOമാരായ സജീവ്, അജി, CPOമാരായ ശ്രീജിത്ത്,
അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ഒരുക്കിയ ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ഒരുക്കിയ സാംസ്കാരിക സ്നേഹ സംഗമവും സമാദരണ സദസ്സുമാണ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തത്. പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ത്വര അവസാനിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കെയർ കേരള ഫൗണ്ടേഷൻ പോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സേവനവും കാരുണ്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉള്ളതുകൊണ്ടുകൂടിയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തം കർമ്മ മണ്ഡലത്തിനൊപ്പം സാമൂഹിക സേവന രംഗത്തും കയ്യൊപ്പു ചാർത്തിയ എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എ സുദർശൻ, അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി, SH കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, ജോബിൻ ആൻഡ് ജിസ്മി IT കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ്, ജിസ്മി ജോബിൻ, മാധ്യമപ്രവർത്തകൻ KN വേണു, ഫിലിം സ്പോർട്ട് എഡിറ്റർ മനു ഷാജു, കായികാധ്യാപകൻ GBV പെരേപ്പാടൻ, നർത്തകി കലാമണ്ഡലം ജയ ആനന്ദ്, ഉയർവനി ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആശ സുധീർ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ 100% വിജയം ലഭിച്ച നിയോജക മണ്ഡലത്തിലെ സ്റ്റേറ്റ് CBSE ICSE സിലബസ് സ്കൂളുകൾക്കുള്ള പുരസ്കാരം സനീഷ് കുമാർ ജോസഫ് MLA വിതരണം ചെയ്തു. നഗരസഭ അധ്യക്ഷൻ AB ജോർജ്, നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, പ്രോഗ്രാം ചെയർപേഴ്സൺ ബിന്ദു ശശികുമാർ, ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് NR സരിത, വൈസ് ചെയർമാൻമാരായ അനീഷ് പറമ്പിക്കാട്ടിൽ, നിഷാന്ത് D കൂള, ജോയിന്റ് സെക്രട്ടറിമാരായ ടോൾ G തോമസ്, ലെനിൻ ചന്ദ്രൻ, ഡയറക്ടർ ഷാലി മുരുങ്ങൂർ എന്നിവർ പ്രസംഗിച്ചു. നടത്തേണ്ടതില്ല. ഒരുപാട് പേർ ഈ വേദിയിൽ തുടർന്ന് സംസാരിക്കാനുണ്ട്, അവാർഡുകൾ ഏറ്റുവാങ്ങാനുണ്ട്. സാമാന്യം മൺസൂൺ മുമ്പുള്ള വേനൽമഴ തകർത്തു പെയ്യുന്ന ഒരു ഘട്ടമാണ്. കെയർ കേരള ഫൗണ്ടേഷൻ നേരത്തെ ഇവിടെ സ്വാഗത അധ്യക്ഷന്മാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയോടെ പൊതുസമൂഹത്തെ സഹായിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലും പങ്കാളികളായി ഈ ഘട്ടത്തിൽ അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ സമൂഹത്തിനാകെ മാതൃകയായി തീർന്ന വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കണ്ടെത്തുക. ഞാൻ നേരത്തെ ചാലക്കുടിയിലെത്തിയപ്പോൾ സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി 1-2 സ്ഥലങ്ങളിൽ പോയപ്പോൾ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, 924 കേരളത്തിൽ ആദ്യത്തെ പ്രളയം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് 100 വർഷം കഴിഞ്ഞ് 2000 മഹാൻ വ്യക്തികൾ ശ്രീ കെ സുദർശൻ സാർ, അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ സ്വാഗത പ്രസംഗിക പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനം ഏറ്റുവാങ്ങിയാണ്ട് ഞങ്ങൾ ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കാനുണ്ടായ ഞങ്ങളിലുണ്ടായിരുന്ന ആശയം, ഞങ്ങൾ ഏതാനും കുറച്ച് വ്യക്തികൾ ചേർന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം മേഴ്സി കോപ്സിനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന, കൂടാതെ അതിൽ ഞങ്ങളെല്ലാവരും ഒരുവിധ ആളുകാരൊക്കെ അതിൽ മെമ്പേഴ്സുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാർഗനിർദ്ദേശം മാതിരി തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ പിന്തുടർന്ന ഒരു ചെറിയ രീതിയിൽ പിന്തുടരുന്ന കുറച്ച് കൂട്ടുകാരാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സന്നിധിയിൽ നടക്കുന്ന ശതദിന ഭാരത് രഥോത്സവത്തിന്റെ 77ാം ദിനം ഡോക്ടർ കനത് റളയുടെ ശിക്ഷണത്തിൽ പഠിച്ച ഗണപതി സ്തുതിയും ജയദേവ അഷ്ടപതിയും മോഹിനിയാട്ട നർത്തനത്തിലൂടെ ഭദ്രരാജ്യു ദേവസ്ഥാനത്തെ പ്രേക്ഷക മനസ്സിനെ പുളകിതയാക്കി. പത്മവിഭൂഷൺ ബ്രിജ് മഹാരാജന്റെ ശിഷ്യയായ വീണ ഭട്ട് അവതരിപ്പിച്ച കഥക് നൃത്തം ശ്രദ്ധേയമായി. പരഗ് എന്ന പക്വാജിന്റെ താള സമന്വയത്തിലൂടെയാണ് തഖാറും തരാനയിലൂടെ ചക്രയുമാണ് ആടിയത്. ഒപ്പം ശിഷ്യയായ അശ്വതി മേനോനും തന്റെ കഥക് നൃത്തപാടവം പ്രകടമാക്കി. ബാംഗ്ലൂർ നൃത്തകുടീരത്തിൽ നിന്ന് വന്ന ഭരതനാട്യം നർത്തകി ദീപ ഭട്ടും ശിഷ്യരും അവതരിപ്പിച്ച മഹാദേവ ശിവശംഭോ, പ്രളയോപാധി ജലെ എന്ന ജയദേവ അഷ്ടപതി, ദശാവതാരം എന്നിവ അവതരിപ്പിച്ചു. കലാകാരികൾക്ക് ഡോക്ടർ ഉണ്ണിസ്വാമി പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. ചാലക്കുടി നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ മോഷണം പോയി. ചാലക്കുടി നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങളാണ് മോഷണം പോയതായി കണ്ടെത്തിയത്.
വിലപിടിച്ച ഉപകരണങ്ങൾ പോയ സംഭവത്തിൽ നഗരസഭയിലുള്ളവർക്ക് പങ്കുണ്ടെന്നും ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവർക്ക് മാത്രമേ മോഷണം നടത്താൻ സാധിക്കുകയുള്ളൂവെന്നും ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നല്ലെന്നും ഇതുമായി പ്രവർത്തിച്ചവരുടെ അറിവോടുകൂടി മാത്രമേ മോഷണം നടത്താൻ സാധിക്കുകയുള്ളൂവെന്നും ചെയർമാൻ പറഞ്ഞു. 10 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏകദേശം 1 കോടിയോളം രൂപ ചിലവിലാണ് ഫയർ ആൻഡ് സേഫ്റ്റി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പല ഉപകരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. പുറത്തുനിന്നുള്ള വാൽവുകളും അകത്തെ മുറികളിൽ നിന്നും ചെമ്പുകമ്പികളുമെല്ലാം മോഷണം പോയ നിലയിലാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പൂട്ടടക്കം ഒന്നും പൊളിക്കാതെ പൂട്ട് തുറന്നാണ് മോഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവരും ഉപകരണങ്ങളുമെല്ലാം ഉപയോഗിച്ചാണ് മെഷീനറികളും അനുബന്ധ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള MCFന് തീ പിടിച്ചപ്പോൾ തീ അണയ്ക്കാൻ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ഫയർഫോഴ്സ് നോക്കിയപ്പോഴാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഉപയോഗിക്കാൻ സാധിക്കാത്ത തരത്തിൽ അതിലെ പല ഉപകരണങ്ങളും നഷ്ടമായതായി കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിലെ ഇലക്ട്രിക് വിഭാഗം മേധാവികൾ കഴിഞ്ഞ ദിവസം ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തുകയും പ്രധാന ഭാഗങ്ങളെല്ലാം അഴിച്ചുകൊണ്ടുപോയ നിലയിലാണെന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മോഷണത്തെ സംബന്ധിച്ച് നഗരസഭാ എഞ്ചിനീയറോട് ചാലക്കുടി പോലീസിൽ പരാതി നൽകാൻ ചെയർമാൻ നിർദ്ദേശിച്ചു. സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർമാൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷ സൂസമ്മ ആന്റണി, കൌൺസിലർമാരായ സി ശ്രീദേവി, ജോജി കാട്ടാളൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഫയർ ഉണ്ടായ സമയത്ത്, അതായത് MCFിലെ തീപിടുത്തം ഉണ്ടായ സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം സപ്പോർട്ടിംഗ് ആയി ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഫയർഫോഴ്സിൽ നിന്ന് ആളുകൾ വന്ന് അതിൻ്റെ എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ അതിൻ്റെ വാൽവുകളും മറ്റും മോഷണം പോയി എന്നുള്ളൊരു അറിവ് നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആളുകൾക്ക് കത്തയച്ച് അവർ വന്ന് അത് പരിശോധിച്ച് അതിനൊരു റിപ്പോർട്ടായി എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണുമെന്നുള്ളതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് നമുക്ക് തരാനിരിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യകേരളത്തിൽ ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. കൊടകര മരത്തുംപിള്ളിയിൽ വീടിന്റെ സീലിംഗ് അടർന്നു വീണ് അപകടം. കനത്ത മഴയിൽ കോടാലി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ മതിൽ തകർന്നു. ജില്ലാ ശുചിത്വ മിഷനും ജില്ലാ മെഡിക്കൽ ഓഫീസും സംയുക്തമായി തയ്യാറാക്കിയ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.